afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത വായിച്ചുകൊണ്ടിരുന്നോ ട്രാൻസ്പോർട്ട് പേഷ്യന്റ് Uva. ക്ലിയറാണ്. ഡൗട്ട് വല്ലതും ഉണ്ടോ? അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ട്രാൻസ്പോർട്ട് പേഷ്യന്റ്. ട്രാൻസ്പോർട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടായിരുന്നു ഒരു ഹോസ്പിറ്റലിൽ നമ്മളെ സേവനത്തിനായിട്ട് വന്നു ചേരുമ്പോൾ അല്ലെ, തീർച്ചയായിട്ടും അവിടെ ഫെസിലിറ്റീസ് ഒക്കെ കുറവാണ് എങ്കിൽ നമുക്ക് ചിലപ്പോഴൊക്കെ ഡോക്ടേഴ്സ് തന്നെ പറയും നമ്മളിങ്ങനെ ഹോസ്പിറ്റലിലേക്കൊക്കെ ഇതിലൂടെ സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ നിർദ്ദേശിക്കും. എന്താ ഇൻ കേസ് ചിലപ്പോഴൊക്കെ പേഷ്യൻസിന് തന്നെ തൃപ്തികരമല്ലാത്ത ഒരവസ്ഥയിലും പേഷ്യന്റ് തന്നെ അല്ലെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ തന്നെ പേഷ്യൻസിനെ അല്ലെ അവിടെ നിന്ന് വിട്ടു പോകാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് അതിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കെയർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് പ്രധാനമായിട്ട് അല്ലെ ദ മെയിൻ എയിം ഇൻ ഓൾ സച്ച് ഷിഫ്റ്റിംഗ് ഈസ് ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ അല്ലെ. മെഡിക്കൽ കെയറിന്റെ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടാൻ തന്നെയാണ് പൊതുവെ നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. ദെൻ അവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യം എന്ന് പറഞ്ഞത് അല്ലെ, ഒരു കൊണ്ടുപോകുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകുമ്പോൾ സേഫ് ആയിട്ടുള്ള രീതിയിൽ തന്നെ രോഗിയെ കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് മുമ്പ് തന്നെ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ അല്ലെ, ഡോക്ടറും അവിടെ റിലേറ്റീവ്സും തമ്മിലൊക്കെ നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടാണ് ഒരു ഡിസിഷൻ എടുത്ത് പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്. അതിന് മുമ്പായിട്ട് തന്നെ പേഷ്യന്റിനെ ഒരുക്കിയതിനു ശേഷം മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെ. ഏത് ട്രാൻസ്പോർട്ട് നമുക്കറിയാം, ലാൻഡ് ട്രാൻസ്പോർട്ട് എയർ ട്രാൻസ്പോർട്ട് ഒക്കെ ഉണ്ട്. അപ്പൊ ഏത് മാർഗം ഉപയോഗിച്ചിട്ടാണ് രോഗിയെ കൊണ്ടുപോകേണ്ടതൊക്കെ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അത് മാത്രമല്ല ഏതൊക്കെ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കണം അല്ലെ, അതൊക്കെ എന്തൊക്കെ ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള വെഹിക്കിളൊക്കെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ദെൻ അത് മാത്രമല്ല ആരാണ് ഇവരെ കൂടെ പോകേണ്ടത് എന്നുള്ള കാര്യം ഫൈനലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡോക്യുമെന്റേഷൻ ഒക്കെ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടോ, റിസീവിംഗ് അതോറിറ്റിക്ക് കൊടുക്കാനായിട്ടുള്ള ഡോക്യുമെന്റ് പേപ്പേഴ്സ് ഒക്കെ ഓക്കെ ആണോ എന്നുള്ളത് അത് കൈകാര്യം ചെയ്തതിനു ശേഷമാണ് പേഷ്യന്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇനി ഡെഫിനിഷനിലേക്ക് പോകാം. ഓക്കെ അല്ലേ, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ഡെഫിനിഷനിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും തന്നെയാണ് പറയുന്നത് ട്രാൻസ്ഫർ ഇസ് ഡിഫൈൻഡ് ആസ് preparing patients, completing requests, reports and shifting patients to another department within the hospital or to another hospital or home. ഓക്കെ, നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് പല തരത്തിൽ നമുക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാം അല്ലെ. നമുക്ക് ചിലപ്പോഴൊക്കെ പേഷ്യന്റിന് കൊടുക്കുന്ന മെഡിസിൻസിനോടൊന്നും പ്രതികരിക്കാതെ ഒരു ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ ഡോക്ടേഴ്സ് ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി ശുശ്രൂഷിക്കാമെന്നൊക്കെ പറയും ഇല്ലേ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാറില്ലേ ഡോക്ടേഴ്സ്. ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് അല്ലെങ്കിൽ മരുന്നിനോടൊന്നും പ്രതികരിക്കാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് നോക്കാം അല്ലെ. അങ്ങനെയൊക്കെ ഒരു പെർമിഷൻ അവര് വാഗ്ദാനം ചെയ്യാറുണ്ട്. അതല്ലാതെ നമുക്കറിയാം പേഷ്യന്റിന് ഇത്തിരി കൂടി നല്ല സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ടും നിർദ്ദേശിക്കാം. ദെൻ നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്കും ട്രാൻസ്ഫർ ചെയ്യാം അല്ലെ. നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഡയഗ്നോസിസ് നടത്തുമ്പോൾ ഒരു രോഗനിർണയം നടത്തുമ്പോൾ എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ റിസൾട്ട് വെരിഫൈ ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് പറയാം ഓക്കെ ഇത് ഇതിന്റെ ലക്ഷണം കണ്ടിട്ട് ഇതിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ രോഗിയെ വിടേണ്ടത് അല്ലെ. ഒരു കാർഡിയോളജിസ്റ്റിനെ കാണേണ്ടതുണ്ട് അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കാണേണ്ടതുണ്ട്, ആ ഡിപ്പാർട്ട്മെന്റിൽ സേവനമായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞേക്കും അല്ലെ. അങ്ങനെ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയും ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഓക്കെ, റെഫർ ചെയ്തു. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയും എന്താണ് ഇങ്ങനെ ട്രാൻസ്ഫറുകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഡെഫിനിഷനിൽ എടുത്തു പറയുന്നത് എന്താണ്, ട്രാൻസ്ഫർ ഇസ് ഡിഫൈൻഡ് ആസ് പ്രിപ്പയറിംഗ് പേഷ്യൻസിനെ വിളിക്കുക, കംപ്ലീറ്റ് റിക്വസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഷിഫ്റ്റിംഗ് പേഷ്യൻസ് ടു അനദർ ഡിപ്പാർട്ട്മെന്റ്. ഈ പേഷ്യൻസിനൊക്കെ ഒരുക്കിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഒരുക്കണം എന്ന് പറയുന്നത്, ഒരു മറ്റൊരു ഹോസ്പിറ്റലിലേക്കോ വീടുകളിലേക്കോ അതല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്കോ രോഗിയെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യൻസിനെ ഒരുക്കുക എന്നുള്ളതാണ് ട്രാൻസ്ഫർ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ. നമുക്ക് നെക്സ്റ്റ് നോക്കാം പർപ്പസ്, ഇതിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്.
അതിലെ ഫസ്റ്റ് പർപ്പസ് നമുക്ക് പറയാം ടു ഗെറ്റ് നെസസറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയേഴ്സ്. നമ്മൾ അല്ലെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഒന്നുമില്ലെങ്കിൽ രോഗം നമുക്ക് ഈ ഹോസ്പിറ്റലിൽ കണ്ടുപിടിക്കാൻ പറ്റാതെയാവുമ്പോഴാണ് അല്ലെ കുറച്ചും കൂടി നല്ല ഫെസിലിറ്റി ഉള്ള ഡോക്ടർ പ്ലേസിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അല്ലെ രോഗ നിർണയം നടത്താൻ വേണ്ടിയിട്ട് കൂടുതൽ നല്ല രീതിയിലുള്ള ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ട് രോഗങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണ് മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകുന്നത്. ദെൻ അനദർ പർപ്പസ് നോക്കാം, ടു പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ. നമുക്കറിയാം നമ്മുടെ മതിയായ ഹോസ്പിറ്റലിൽ ഇപ്പൊ രോഗനിർണയം നമ്മൾ നടത്തിയപ്പോൾ ഇന്ന രോഗമാണ് സ്ഥിരീകരിച്ചു. ഇൻ കേസ് നമ്മുടെ ഹോസ്പിറ്റലിൽ അതിനുള്ള സൗകര്യങ്ങൾ കുറവാണ് അല്ലെ, ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കുറവാണെന്ന് കാണുമ്പോഴും ഡോക്ടേഴ്സ് പറയും ഓക്കെ നിങ്ങൾ മറ്റൊരു അല്ലെ ഒരു ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിചരണം നടത്തുകയാണെങ്കിൽ രോഗിക്ക് എളുപ്പം സൗഖ്യം നേടാനായിട്ട് സാധിക്കും അല്ലെ. ആ ഒരു രീതിയിലും രോഗിയെ മറ്റൊരു പ്ലേസിലേക്ക് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. ശരിയല്ലേ? അങ്ങനെ നമ്മൾ കൊണ്ടുപോവില്ലേ? നമ്മുടെ ഹോസ്പിറ്റലിൽ മതിയായ സൗകര്യങ്ങൾ അതിന്റെ സ്പെഷ്യൽ വിഭാഗം ഇല്ല എന്ന് കാണുമ്പോഴും നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിൽ അവൈലബിൾ. ദെൻ ടു പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് കെയർ. ഇനി ഇതെല്ലാം ഇപ്പൊ ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യാതെ തന്നെ രോഗികൾ തന്നെയും ഇങ്ങനെ ആവശ്യപ്പെടും അല്ലെ, അവരുടെ റിലേറ്റീവ്സ് ഒക്കെ ഓക്കെ രോഗനിർണയം ഇതാണെങ്കിലും ഓക്കെ ഞങ്ങൾക്ക് ഇവിടുത്തെ സേവനത്തെക്കാൾ തൃപ്തികരം അല്ലെങ്കിൽ വീട്ടിനോട് അടുത്ത് ചേർന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വല്ല ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, അപ്പൊ അവിടേക്ക് പോകണം എന്നുള്ള ഒരു തൃപ്തികരമായിട്ടുള്ള രീതിയിലേക്കും വേണ്ടിയിട്ടും എന്താണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പൊ കൂടുതൽ തൃപ്തികരമായിട്ട് എവിടെയാണോ തോന്നുന്നത് അവിടേക്കുള്ള പരിചരണം. ഇപ്പൊ ഇൻ കേസ് ചിലപ്പോ ആണെങ്കിൽ നമ്മളിപ്പോ ഒരു രോഗനിർണയം നടത്തിയത് ഇത്തിരി അകലെയുള്ള ഹോസ്പിറ്റലാണെങ്കിൽ ഒരുപാട് നാൾ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വേണമെങ്കിൽ വീടിനോട് ചേർന്നുള്ള ഹോസ്പിറ്റലിൽ ഇതിന്റെ സൗകര്യങ്ങൾ അല്ലെ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും രോഗികൾ തയ്യാറാവാറുണ്ട് അല്ലെ. അപ്പൊ ട്രീറ്റ്മെന്റ് നഴ്സിംഗ് കെയർ കിട്ടാനായിട്ട് ചിലപ്പോ അല്ലെ ഈ പല സാഹചര്യങ്ങൾ കൂടി നമ്മൾ ഒത്തു നോക്കാറുണ്ട് അല്ലെ. അപ്പൊ അതിൽ പ്രധാനമായിട്ടും സ്പെഷ്യലൈസ്ഡ് കെയർ കിട്ടുന്ന രീതിയിലാണെങ്കിൽ ആ ഒരു രീതിയിലേക്ക് രോഗിയെ കൊണ്ടുപോകാം. അതല്ലാതെ ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ടും രോഗികളെ മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകാം. അതേമാതിരി തന്നെ എന്താണ് നഴ്സിംഗ് കെയർ അല്ലെ, നമുക്ക് ചെറിയ അനുകൂലമായിട്ടുള്ള സാഹചര്യം അനുസരിച്ചിട്ട് നഴ്സിംഗ് കെയർ കിട്ടാനായിട്ടുള്ള പറ്റുന്ന ഹോസ്പിറ്റലാണെങ്കിൽ ആ രീതിയിലും രോഗിയെ കൊണ്ടുപോകാം. മറ്റൊരു ഉദ്ദേശം നോക്കാം, ടു പ്ലേസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിലിറ്റി ഓഫ് പേഴ്സണൽ ആൻഡ് സർവീസസ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ നമുക്ക് സാഹചര്യങ്ങൾ അനുകൂലമാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലേ നമുക്കിപ്പോ ഉള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ് കൂടെ നിൽക്കാനൊന്നും പേഴ്സൺസ് ഇല്ല അല്ലെ, ഷോർട്ടേജ് ആണ് അല്ലെ. നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ ആരെങ്കിലൊക്കെ നിർത്തിയിട്ട് ഈ പേഷ്യന്റ് ആയിട്ടൊക്കെ സർവീസ് സേവനം നമ്മൾ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയിലൊക്കെ എത്തുമ്പോഴൊക്കെ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാനൊക്കെ ആയിട്ട് ചിലപ്പോ പറ്റിയ വ്യക്തികളെ കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വരുമ്പോൾ എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സേവനങ്ങളൊക്കെ അത് അവൈലബിലിറ്റിയൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്താണ് മോസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഏതാണെന്ന് തിരഞ്ഞെടുത്ത് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ. അങ്ങനെയൊക്കെ ഉണ്ടാവുക, അങ്ങനെയൊക്കെ നോക്കാറില്ലേ ഹോസ്പിറ്റലിലെ സേവനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ? ഓക്കെ. ലാസ്റ്റ് പർപ്പസ് നോക്കുക, ടു മാച്ച് സെവറിറ്റി ഓഫ് നഴ്സിംഗ് കെയർ ബേസ്ഡ് ഓൺ പേഷ്യൻസ് ലെവൽ ഓഫ് നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. ഓക്കെ, പല ഉദ്ദേശങ്ങൾ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ തന്നെ പല ഉദ്ദേശങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് അല്ലെ. നമ്മളിപ്പോ ചിലപ്പോഴൊക്കെ ഏറ്റവും അകലെയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മുടെ രോഗനിർണയം നടത്താൻ താല്പര്യപ്പെടുന്നതുകൊണ്ട് അവിടെ ഫെസിലിറ്റി കൂടുതലുള്ളതുകൊണ്ടായിരിക്കാം. ഒരുപക്ഷെ അതിനുശേഷം ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി പേഴ്സണൽ ആയിട്ടുള്ള സർവീസും കെയറും നോക്കിയിട്ട് നമ്മൾ കൊണ്ടുവരാം. അതുമാതിരി തന്നെ എന്താണ് പേഷ്യൻസിന്റെ ലെവൽ ഓഫ് നീഡ്സ് ആൻഡ് പ്രോബ്ലംസ് അല്ലെ. ചിലപ്പോഴൊക്കെ അവരുടെ നേഴ്സ് ചിലപ്പോ രോഗികൾക്ക് തന്നെ ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ടാവും അല്ലെ. ഇപ്പൊ പേഴ്സണൽ ആയിട്ടുള്ള സർവീസുകൾ എന്ന് പറഞ്ഞ മാതിരി തന്നെ രോഗികൾക്കും ചില കാര്യങ്ങളുടെ ആവശ്യകതകൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു രീതി അനുസരിച്ചിട്ട് അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അവരുടെ ആവശ്യകതകൾ കൂടി പരിഗണിച്ചിട്ട് അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലും ട്രാൻസ്ഫറിംഗ് പ്രൊസീജിയേഴ്സ് നടത്തിപ്പോകാറുണ്ട്. അപ്പൊ അവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ടു മാച്ച് സെവറിറ്റി അല്ലെ. അവിടെ സേവനങ്ങൾ എന്ന് പറയുന്നത് നഴ്സിംഗ് കെയർ ബേസ്ഡ് ഓൺ പേഷ്യൻസ് ലെവൽ ഓഫ് നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. പേഷ്യൻസിന് ചിലതൊക്കെ ചിലപ്പോ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ ആയിട്ട് ചിലപ്പോൾ എന്താണ് പേഷ്യന്റിന് ഹോസ്പിറ്റലിൽ സമീപിക്കേണ്ടി വരുന്നത്.
അപ്പൊ അവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ അല്ലെ അവര് ഒരു നിയറസ്റ്റ് ഒരു പാർട്ടനൂറിനെയോ അല്ലെ ഒരു 1 മണിക്കൂറോ ഒക്കെ ചിലപ്പോൾ വേണമെങ്കിൽ നിയറസ്റ്റ് ആയിട്ട് അവിടെ സേവനങ്ങൾ ലഭ്യമാക്കേണ്ട ഒരു അവസ്ഥയും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതും കൂടിയൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും അവര് ഹോസ്പിറ്റലൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ വ്യത്യസ്ത പർപ്പസുകളുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു പേഷ്യന്റ് രോഗത്തിന്റെ ഒരു ശമനത്തിന് വേണ്ടിയിട്ടാണ് ഏതൊരു ഹോസ്പിറ്റലും തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ അവരുടെയും കൂടിയും ആവശ്യങ്ങളും മറ്റു തരത്തിലുള്ള പല ഫാക്ടേഴ്സും കൂടി പരിഗണിച്ചിട്ടായിരിക്കും ഏതൊരു പേഷ്യന്റും ട്രാൻസ്ഫറിന് തയ്യാറാവുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തുണ്ടോ നോക്കാം. നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാലോ. ഓക്കെ, ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി അല്ലെ. അവിടെ സോറി, രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫറുകളെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ദ പേഷ്യന്റ്. ഇപ്പോ നമ്മൾ ജസ്റ്റ് അതിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് അവയർ ചെയ്തു, അതായത് പർപ്പസ് എന്തൊക്കെ ഉദ്ദേശത്തോടു കൂടിയാണുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ദ പേഷ്യന്റ്. ഏതൊക്കെ തരത്തിലുള്ള ട്രാൻസ്ഫറുകൾ ഉണ്ട് നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പഠിച്ചതാണ്. അതായത് പലതരത്തിലുള്ള ട്രാൻസ്ഫറുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട്, പുറത്തേക്ക് ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഇന്റേണൽ ട്രാൻസ്ഫർ ആൻഡ് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. ഓക്കെ, ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഇൻ എ യൂണിറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് സ്പെഷ്യൽ കെയർ ഓർ കെയർ suited to his requirements. Example from a general ward to ICU. ഓക്കെ, ഇവിടെ എന്താണ് ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്? ആ യൂണിറ്റിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ ഒരു ചിലപ്പോഴൊക്കെ ചേഞ്ചസ് വരുത്താനായിട്ട് സാധ്യതയുണ്ട്, ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. നമ്മളിപ്പോ രോഗിയുടെ നില വഷളാവുന്ന സാഹചര്യമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കെയർ കിട്ടണമെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇല്ലേ? ചെയ്യില്ലേ? കുറച്ചും കൂടി പരിചരണം വേണമെന്ന് തോന്നുമ്പോൾ ഇല്ലേ? ഷിഫ്റ്റ് ചെയ്യില്ലേ? ക്ലിയർ ആയോ ഞാൻ എന്താ ചോദിച്ചെന്നുള്ളത്? അതായത് രോഗിക്ക് നമ്മൾ ചികിത്സ ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ രോഗിയുടെ നില വഷളാവുന്ന സാഹചര്യത്തിൽ രോഗിയെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കാരണം അവർക്ക് കൂടുതൽ പരിചരണം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അങ്ങനെയുള്ള ട്രാൻസ്ഫറുകളൊക്കെ എന്താണ്? ഇന്റേണൽ ആയിട്ടുള്ള ട്രാൻസ്ഫർ ആണ്. അതായത് ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയാണ് ആ ട്രാൻസ്ഫറിങ് പ്രൊസീജിയേഴ്സ് ഒക്കെ നടപ്പാകുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? Internal transfer to transfer the patient in a unit that provides a special care or a care suited to his requirements. Example from a general ward to ICU. And example ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ്. രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫർ ആണുള്ളത്. ഒന്ന് ഇന്റേണൽ ട്രാൻസ്ഫർ, മറ്റൊന്ന് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. ഇന്റേണൽ ട്രാൻസ്ഫറിനുള്ള എക്സാമ്പിൾ എന്നുള്ളതാണ് ജനറൽ വാർഡ് ടു ICU എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. എന്താണ് എക്സ്റ്റേണൽ ട്രാൻസ്ഫറിൽ പറയുന്നത്? ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഫ്രം വൺ ഹോസ്പിറ്റൽ ടു അനദർ ഹോസ്പിറ്റൽ ഫോർ ദ പർപ്പസ് ഓഫ് എ സ്പെഷ്യൽ കെയർ. എക്സാമ്പിൾ ഫ്രം ജനറൽ ഹോസ്പിറ്റൽ ടു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ, സെൻട്രൽ എന്താണ് ക്യാൻസർ സെന്റർ. ഓക്കെ, നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ചും കൂടി കെയർ, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു യൂണിറ്റിൽ നിന്ന് ഇത്തിരി കൂടി കെയർ കിട്ടാൻ വേണ്ടിയിട്ട് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറം എന്താണ് ആ ഹോസ്പിറ്റലിന്റെ ഒരു ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് അതിന്റെ ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് മറ്റൊരു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ അത് എക്സ്റ്റേണൽ ആയിട്ട് അല്ലെ. അത് ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഒരു ട്രാൻസ്ഫറിങ് പ്രൊസീജിയർ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എന്തെന്ന് വിശേഷിപ്പിക്കാം? എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്ന് വിശേഷിപ്പിക്കാം. ഓക്കെ, എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഫ്രം വൺ സ്പെഷ്യൽ കെയർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. അവിടെ നേരത്തെ ഇപ്പൊ നിങ്ങൾ ചോദിക്കും അവിടെ സ്പെഷ്യൽ കെയർ അല്ലേന്ന്. പക്ഷെ അവിടെ നമുക്കറിയാം ആ യൂണിറ്റിൽ തന്നെ എന്താണ് ഒരു സ്പെഷ്യൽ, അവർക്ക് ഒരു എല്ലാ കാര്യങ്ങളും അപ്പൊ വാച്ച് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട വിഭാഗത്തിന്റെ ഒരു സ്പെഷ്യൽ കെയർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. അവിടെ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിൽ ആ ഒരു ക്യാൻസർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിന്റെ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും അത് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ നടപ്പാക്കുന്നത്.
But to transfer the patient from one hospital to another hospital for a purpose of special care, example from a general hospital to special. In case നമുക്കറിയാം ക്യാൻസർ പേഷ്യന്റ് മാത്രമല്ല അല്ലെ, എല്ലാ തരത്തിലുള്ള വിഭാഗങ്ങൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഈ കാലഘട്ടത്തിലുണ്ട് അല്ലെ. ന്യൂറോളജി വിഭാഗത്തിന്റെ സ്പെഷ്യലൈസ്ഡ് ഉണ്ട്, നമുക്കറിയാം ഗൈനക്കോളജി വിഭാഗമൊക്കെ ഉണ്ട്, എല്ലാത്തിനും സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ സ്പെഷ്യൽ കെയർ അത് മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെ ആ പേഷ്യൻസിന് അത് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് തന്നെ എക്സ്റ്റേണൽ ആയിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അത് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ആണ്. ഓക്കെ അല്ലേ? ആ രണ്ട് പോയിന്റും നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം, ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി. നമ്മളിപ്പോ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ നമുക്ക് അറിയാം, ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ തന്നെ വിതിൻ ദ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്കും ട്രാൻസ്ഫർ ചെയ്യാം അല്ലെ. ഇപ്പൊ ന്യൂറോളജി വിഭാഗത്തിലെ പരിചരണത്തിന് വേണ്ടി കൊണ്ടുവന്നപ്പോഴായിരിക്കാം ഒരിക്കൽ പക്ഷേ കാർഡിയോളജി വിഭാഗത്തിലേക്കാണ് അദ്ദേഹത്തിന് കൊണ്ടുപോകണമെന്നുള്ളൊരു ഒരു ഡിസിഷനിലേക്ക് എത്തി. കാരണം എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് ചെയ്തപ്പോൾ അല്ലെ, എന്തെങ്കിലും രോഗനിർണയങ്ങളും ടെസ്റ്റുകളും കാര്യങ്ങൾ നടത്തിയപ്പോഴായിരിക്കാം ഹേർട്ടുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗത്തിലേക്കാണ് അദ്ദേഹത്തിന് പരിചരണം വേണമെന്നുള്ളത് നിർദ്ദേശിക്കുന്നതെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ആ വിഭാഗത്തിലേക്ക് ഈ രോഗിയെ അല്ലെ ട്രാൻസ്ഫർ ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോൾ കുറെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, check the doctor's order for transfer of a patient. A written declaration is required from the doctor. ഓക്കെ, നമുക്കറിയാം ഒരു ട്രാൻസ്ഫർ പേഷ്യന്റ് അല്ലെ, എവിടെ ഒരു ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട്. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഒരു എഴുതി തയ്യാറാക്കിയ ഒരു ഡിക്ലറേഷൻ, ഒരു ആധികാരികമായിട്ടുള്ള ഒരു റിട്ടൺ ഡിക്ലറേഷൻ അവിടെ ആവശ്യമാണ്. അത് ആരിൽ നിന്നാണ്? ഈ റിട്ടൺ ഡിക്ലറേഷൻ ഈസ് റിക്വയർഡ് ഫ്രം ദ ഡോക്ടർ. ആരാണോ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത് ആ ഡോക്ടറുടെ എന്താണ് എഴുതി തയ്യാറാക്കിയ ഒരു ഡിക്ലറേഷൻ അവിടെ ആവശ്യമാണ്. നെക്സ്റ്റ് വന്ന്, intimate the patient and relative to be free from an anxiety. Okay, നമ്മളിപ്പോ പെട്ടെന്ന് തന്നെ ഓക്കെ ആ ഭാഗത്തേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യണം. ഇൻ കേസ് നമ്മളിപ്പോ യൂണിറ്റിൽ നിന്ന് ഐസിയുലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവരും അല്ലെ പേടിക്കും അല്ലെ. ഒരു പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് ഒക്കെ പെട്ടെന്ന് ഐസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലൊക്കെയാണ് എങ്കിൽ ചിലപ്പോണെങ്കിൽ എന്തെങ്കിലും അല്ലെ ഒരു സൈൻ നോക്കി കഴിയുമ്പോൾ പ്രഷർ കൂടുകയോ എന്തെങ്കിലും കുറയുകയോ ഒക്കെ ചെയ്തൊക്കെ ആയിരിക്കും അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത്. അപ്പൊ എന്തായാലും അവരുടെ റിലേറ്റീവ്സ് ഒക്കെ ഉത്കണ്ഠാകുലരായിരിക്കും അല്ലെ. അപ്പൊ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ട് ഉള്ള ഒരു ആവശ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്റിമേറ്റ് ദ പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ് ടു ബി ഫ്രീ ഫ്രം ആൻസൈറ്റി. ആ ഉത്കണ്ഠയിൽ നിന്നൊക്കെ അവരെ വിമുക്തമാക്കണം. Then intimate the ward sister where the patient is transferred. അതേമാതിരി തന്നെ മറ്റൊരു പോയിന്റ് പറയുന്നത്, നമ്മളിപ്പോ വാർഡിലുള്ള സിസ്റ്ററിനെയും ഇൻഫോം ചെയ്യണം അല്ലെ. നമ്മളിപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണം അല്ലെങ്കിൽ വാർഡിൽ നിന്നാണ് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ആ വാർഡിന്റെ ഇൻചാർജ് ഉള്ള പേഴ്സൺസിനെ കൃത്യമായിട്ട് അറിയിക്കണം. ഓക്കെ, നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ള കാര്യം. ചെക്ക് ദ ചാർട്ട് ഫോർ ദ കംപ്ലീറ്റ് റെക്കോർഡിംഗ് ഓഫ് ഇമ്പോർട്ടന്റ് സയൻസ് നഴ്സിംഗ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് given. ഓക്കെ, അവിടെ വീണ്ടും പറയുന്നുണ്ട്, കംപ്ലീറ്റ് റെക്കോർഡ് ഇമ്പോർട്ടൻറ്റ് സയൻസ് ആരുടെങ്കിലൊക്കെ സിഗ്നേച്ചർ ഒക്കെ മേടിക്കേണ്ടതുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഡോക്ടറിന്റെ ഡിക്ലറേഷനൊക്കെ റിപ്പോർട്ടൊക്കെ സ്വീകരിക്കുമ്പോൾ ഒപ്പം തന്നെ അവിടെ സൈനും കൂടി വേണം അല്ലെ. നഴ്സിംഗ് സ്റ്റാഫിന്റെ ഒക്കെ ആണെങ്കിലും കൃത്യമായിട്ടുള്ള ഡിസ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെയുള്ള സൈനൊക്കെ ഉണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. Then gather the patient's X-ray, medicine and other belongings. Okay, നമ്മളിപ്പോ എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം കൊടുക്കേണ്ട പരിചരണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോന്നോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ബേസിക് ഹിസ്റ്ററി കൂടി ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും തീർച്ചയായിട്ടും തുടർ പരിചരണങ്ങൾ ലഭ്യമാക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം കളക്ട് ചെയ്ത് അല്ലെ അതെല്ലാം ശേഖരിക്കേണ്ടതുണ്ട്. എക്സ്റേ, മെഡിസിൻ ആൻഡ് അതർ ബിലോങ്ങിങ്സ് ഒക്കെ ശേഖരിക്കാം. The next, goal of the hospital diet or transfer to the new ward the patient is going. Okay, നമുക്കറിയാം ഏതെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിൽ കൃത്യമായിട്ട് തന്നെ അവരുടെ ഫുഡിങ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള ഒരു കൺട്രോളിങ്ങിലെത്തി അവരോട് പറഞ്ഞ് നിർദ്ദേശിക്കുന്നുണ്ടാവാം. അത്തരത്തിലുള്ള ഡീറ്റെയിൽസും അവിടെ കളക്ട് ചെയ്യേണ്ടതാണ്. Goal of the hospital diet or
ട്രാൻസ്ഫർ ടു ദ ന്യൂ വാർഡ്, ദ പേഷ്യന്റ് ഈസ് ഗോയിങ്. ഓക്കെ, അതിനും അവിടേക്ക് പോകുമ്പോൾ ഇതെല്ലാം കളക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചോ? ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. Call of the hospital light or transfer to new ward the patient is going. Then aid the relatives to gather other belongings. ഓക്കെ, നമുക്കറിയാം ഒരു പേഷ്യന്റ് അല്ലെ, പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ പേഷ്യന്റ് റിലേറ്റീവ്സ് തന്നെ ചിലപ്പോൾ അടുത്തുണ്ടാവണമെന്നില്ല അല്ലെ, പെട്ടെന്ന് കൊണ്ടുപോകേണ്ട ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ കേട്ട് ഇപ്പോ കാലഘട്ടം അനുസരിച്ചിട്ട് ചിലപ്പോൾ റിലേറ്റീവ്സ് തന്നെ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഇൻ കേസ് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണെങ്കിൽ പേഷ്യന്റിന്റെ മറ്റ് സാധനങ്ങളൊക്കെ എന്താണ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സഹായിക്കേണ്ടതായിട്ട് വരും. Then make arrangements to pay off due bill if going to another hospital. Another hospital അല്ല, to other hospital അല്ലെങ്കിൽ other department. Sorry, another department ആണ്, another hospital അല്ല. നിങ്ങളുടെ കയ്യില് ഒക്കെയാണോ അപ്പോയിന്റ് another hospital എന്നാണോ കാണിച്ചിരിക്കുന്നത്? Make arrangement to pay off due bills if going to other department. കാരണം നമുക്കറിയാം ഇത് വിതിൻ ദ ഫെസിലിറ്റിയിൽ വരുന്നതാണ് അല്ലെ, വിതിൻ ദ ഫെസിലിറ്റിയിലാണ്. അപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റില് ചികിത്സ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ബില്ലിംഗ് കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ട് വേണം അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാനായിട്ട് അല്ലെ. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? മേക്ക് അറേഞ്ച്മെന്റ് ടു പേ ഓഫ് ഡ്യൂ ബിൽസ് ഇഫ് ഗോയിങ് ടു അതർ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ക്ലിയർ ആയോ എന്താണെന്നുള്ളത്? ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കാം. റെക്കോർഡ് ടൈം, മോഡ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ജനറൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്. അതായത് നമുക്കറിയാം ഏത് സമയത്താണ് ഈ വ്യക്തി പോകാൻ ഉദ്ദേശിക്കുന്ന സമയമൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടാണ്. നമ്മളാണെങ്കിൽ ഹോസ്പിറ്റലിൽ നമ്മൾ പോയേക്കുന്നവർക്കൊക്കെ അറിയാവുന്ന കുറെ ഡീറ്റെയിൽസുകളൊക്കെ തന്നെയാണ്. അവരെന്താണ് ചാർട്ട് ചെയ്യുന്ന സമയത്താണ് എവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്ന റെക്കോർഡ് ടൈം, മോഡ് ഓഫ് ട്രാൻസ്ഫർ, ഏത് രീതിയിലാണ് വ്യക്തി പോകുന്നത്, ആൻഡ് ജനറൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്, ഇപ്പോഴത്തെ നിലവിലത്തെ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണെന്നുള്ള കാര്യമൊക്കെ രേഖപ്പെടുത്തിയിരിക്കണം. Then next, assist in transferring rest patients to wheelchair or structure and going along with the patients to the new area. അതായത് പേഷ്യന്റിനെ ചിലപ്പോൾ ആണെങ്കിൽ ചില പേഷ്യൻസ് സ്വമേധയാ നടന്നു പോകുന്ന ഒരു കണ്ടീഷനിലൊക്കെ ആയിരിക്കും വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ പോകുന്നത്. പക്ഷെ ചില പേഷ്യൻസ് നമുക്കറിയാം ചിലപ്പോൾ വീൽ ചെയറിന്റെ സഹായത്തോടു കൂടിയോ സ്ട്രക്ചറിന്റെ അല്ലെ കിടപ്പ് രോഗികളൊക്കെ ആണെങ്കിൽ സ്ട്രക്ചറിന്റെ സഹായത്തോടു കൂടിയൊക്കെ ആയിരിക്കും ഭാരത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള അസിസ്റ്റൻസിനെയും അവിടെ ആവശ്യമാണ് അല്ലെ. വീൽ ചെയറൊക്കെ കൊണ്ടുപോകുന്നതിനൊക്കെ അസിസ്റ്റൻസിനെയും അവിടെ ആവശ്യമാണ്. ഡെലിവർ പേഷ്യന്റ് ഡോക്യുമെന്റ്സ്, ബിലോങ്ങിങ്സ് ആൻഡ് റിപ്പോർട്ട് ഓറലി ടു ദ ഇൻചാർജ് നഴ്സ് ആൻഡ് സിസ്റ്റർ.
ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഇൻചാർജ് ഉള്ള നഴ്സിനോട് കൃത്യമായിട്ട് തന്നെ ഈ രോഗിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ഓറവിൽ വെച്ചാൽ റിട്ടേൺ ആയിട്ടല്ലാതെ തന്നെ ഓക്കെ ഇന്ന രോഗിയാണ്, ഈ രോഗി ഇങ്ങനെയാണ് ആവശ്യം വന്നിരിക്കുന്നത്, ഈ രോഗിയുടെ മെഡിസിൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇങ്ങനെ രോഗനിർണയം നടത്തിയപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രൊസീജിയർ കണ്ടെത്തിയിരിക്കുന്നു അല്ലെ. അപ്പൊ തുടർ നടപടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഇൻചാർജ് നഴ്സിനെ ഇൻഫോം ചെയ്യേണ്ടതാണ്. വാർഡ് ആർട്ടിക്കിൾസ് നമുക്കറിയാം അവിടെ കളക്ട് ചെയ്യേണ്ട അവരുടേതായിട്ടുള്ള ആർട്ടിക്കിൾസ് എല്ലാം കളക്ട് ചെയ്യണം. എന്താണ് ഇവാലുവേറ്റ് ദ മെത്തേഡ് ഫോർ ട്രാൻസ്പോർട്ട്, ഇൻഫോം ദ റിസീവിംഗ് നഴ്സസ്. ഓക്കെ, ഏത് രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ് അവിടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് റിസീവിംഗ് നഴ്സിനെ അറിയിച്ചിരിക്കണം. Then maintaining the patient's physical welfare and during the transport to a new nursing unit. അവിടെ എന്താണ് അവർക്ക് ശാരീരികമായിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇൻഫോം ചെയ്തിരിക്കണം. അവരുടെ അല്ലെ ഇവര് ഒക്കെയാണ് ഇപ്പൊ ഇങ്ങനെയാണ് അല്ലെ കൃത്യമായിട്ട് തന്നെ നമുക്കറിയാം അപ് ടു ഡേറ്റ് ഓരോ ടൈം ടു ടൈമില് അവരുടെ വെരിഫിക്കേഷൻ അല്ലെ അവിടെ ഒരു അസുഖത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ നമുക്കറിയാം കൃത്യമായ ഇടവേളകളിലെല്ലാം മെഡിസിൻ കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ആരോഗ്യവാനാണോ പൂർണ്ണാരോഗ്യവാനാണോ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുക്കേണ്ടതുണ്ട് റിസീവിംഗ് അതോറിറ്റിയെ. നെക്സ്റ്റ് എന്താണ് provide oral report about the patient's condition to receive unit nurse. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഓറലി അവരുടെ റിപ്പോർട്ടുകൾ അല്ലെ റിസീവിംഗ് യൂണിറ്റിനെ അവരുടെ പേഷ്യന്റിന്റെ കണ്ടീഷൻ ഒക്കെ അറിയിക്കണം. മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് ഓൾ ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് കെയർ പ്ലാൻ ഇസ് കംപ്ലീറ്റഡ്. ഓക്കെ, എല്ലാ ഡോക്യുമെന്റേഷനും അവിടെ ഉൾപ്പെടുത്തിയിരിക്കണം, അതായത് എല്ലാ രേഖകളും അവിടെ കൊടുത്തിരിക്കണം. ഇൻക്ലൂഡിംഗ് അതിൽ പ്രധാനമായിട്ട് പറയുന്നതാണ് അല്ലെ എല്ലാ കെയർ പ്ലാനുകളും കംപ്ലീറ്റ് ആയിരിക്കും എന്ന് വെച്ചാൽ അവര് നഴ്സുമാരുടെ ട്രീറ്റ്മെന്റ് സമ്മറി കാര്യങ്ങൾ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റേതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഓരോ ചാർട്ടുകളെല്ലാം അല്ലെ ഓരോ പ്ലാനുകളെല്ലാം കംപ്ലീറ്റഡ് ആയിട്ടാണ് അവിടെ സമർപ്പിക്കേണ്ടത്. Then assist the patient's arrival to the new unit. ഓക്കെ, അസിസ്റ്റൻസിനെ അറിയിക്കാം പുതിയ യൂണിറ്റിലേക്ക് ഇന്ന പേഷ്യന്റ് ഇന്ന സമയത്ത് വരും അല്ലെ അതിനെ റെഡിയാക്കി തക്ക വിധത്തിൽ അറേഞ്ച് ചെയ്യാനായിട്ട് അവിടെ അറിയിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ട്രാൻസ്പോർട്ട് ദ പേഷ്യന്റ് ടു എ ന്യൂ റൂം ആൻഡ് അസിസ്റ്റ് ഇൻ ട്രാൻസ്ഫറിംഗ് ടു ബെഡ്. ഓക്കെ, നമുക്കറിയാം പേഷ്യൻസിനെ റൂമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അത് മാത്രമല്ല ഇങ്ങനെ വീൽ ചെയറോ സ്ട്രക്ചർ ഒക്കെ ആയിട്ടാണ് പേഷ്യൻസിനെ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന് അസിസ്റ്റൻസ് ഉണ്ടാവും. റിസീവിംഗ് അതോറിറ്റി ഏരിയകളിലും അവരുടേതായിട്ടുള്ള അസിസ്റ്റൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ അവരായിരിക്കും അത് കൃത്യമായിട്ട് തന്നെ ബെഡിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. എക്സ്ചേഞ്ച് ചെയ്ത ബിലോങ്ങിങ്സ് മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ് ആ ടൈമില് എന്താണ് എല്ലാം തന്നെ എക്സ്ചേഞ്ച് ചെയ്യണം അല്ലെ. ഇവരുടേതായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സുകളും റിപ്പോർട്ടുകളും ഈ പേഷ്യന്റിന്റേതായിട്ടുള്ള വസ്തുക്കളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ കൈമാറ്റം ചെയ്യണം. ഇൻ ദ ന്യൂ യൂണിറ്റ് പ്രൊസീജിയർ ഇസ് സിമിലർ ടു ദാറ്റ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ. ഒരു പുതിയ അഡ്മിഷൻ വരുന്ന രീതിയിൽ തന്നെയാണ് ഇങ്ങനെ ട്രാൻസ്ഫർ എന്ന പ്രൊസീജിയർ നടക്കുമ്പോൾ നടപ്പാക്കേണ്ടത്. Then clean the unit where the patient is admitted and keep ready for the next patient after transfer. ഓക്കെ, നമുക്കറിയാം ഒരു പേഷ്യന്റ് പോയി കഴിഞ്ഞാൽ അവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും അല്ലെ. അടുത്ത പേഷ്യന്റിനെ വെൽക്കം ചെയ്യാൻ തക്ക വിധത്തിൽ അവിടെ റെഡിയാക്കി അവിടെ സൂക്ഷിക്കേണ്ടതുമാണ്. ഓക്കെ, ഇത്രയാണ് ഇൻപേഷ്യന്റ് ആയിട്ട് നമ്മൾ എന്താണ് ഇതിന്റെ ഫെസിലിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള നടപടിക്രമങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാം.
ഓക്കെ അല്ലേ? ചെയ്യാലോ? ഓക്കെ, നമ്മള് എന്താണ് പേഷ്യന്റ് ട്രാൻസ്ഫർ പേഷ്യന്റില് ഡെഫിനിഷൻ നോക്കി അതിന്റെ ഉദ്ദേശങ്ങൾ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്താണ് ട്രാൻസ്ഫർ പേഷ്യന്റിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ പേഷ്യൻസ് നമ്മൾ ഇന്റേണൽ എക്സ്റ്റേണലൊക്കെ കണ്ടു. ഇതിന്റെ എക്സാമ്പിൾ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഏതാണോ ഏത് ട്രാൻസ്ഫർ ആണെന്നുള്ളത് ചോദിച്ചറിയുന്നത്. അതേമാതിരി തന്നെ ഈ ഇതിന്റെ ഫെസിലിറ്റിയിലുള്ള ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ഉണ്ട് അല്ലെ, ഏതൊക്കെയാണ് പോവാതെ ഇതിന്റെ എന്നുള്ള രീതിയിലുള്ള ചോദ്യം ഉണ്ടാകും. കാരണം നമുക്ക് തീർച്ചയായിട്ടും നെക്സ്റ്റ് പഠിക്കാനുണ്ട് ട്രാൻസ്ഫർ എക്സ്റ്റൻഡ് കെയർ ഫെസിലിറ്റീസിന്റെയും കൂടി ക്വസ്റ്റ്യൻ അല്ലെ ഭാഗം പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ബൈഹാർട്ടായിട്ടൊന്നും പഠിക്കേണ്ട, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമൊക്കെ തന്നെ അല്ലെ. ഹോസ്പിറ്റലില് ഉള്ളിൽ തന്നെ നമുക്ക് ട്രാൻസ്ഫറിങ് വരുമ്പോൾ എന്തൊക്കെ നടപടികളായിരിക്കും എടുക്കാന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ആൻസർ അറ്റൻഡ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. നെക്സ്റ്റ് നോക്കാം, എക്യുപ്മെന്റ് ആൻഡ് ഡോക്യുമെന്റ്സ് നെസസറി ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്. അങ്ങനെ തന്നിരിക്കുന്നത് equipments and documents necessary for the transfer of patients. Okay. വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ട്? ഓക്കെ, അപ്പൊ അതില് തന്നിരിക്കുന്ന ഹെഡിങ് equipment necessary for the transfer of patient അല്ലെ. ഇതിനകത്ത് തന്നിരിക്കുന്ന ഹെഡിങ് പോലെയാണോ നിങ്ങളിൽ തന്നിരിക്കുന്നത്? എക്യുപ്മെന്റ് ആൻഡ് ഡോക്യുമെന്റ്സ് നെസസറി ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് അല്ലേ തന്നിരിക്കുന്നത്? അങ്ങനെ എല്ലാമെങ്കിലും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് തരാം. എക്യുപ്മെന്റ് ആൻഡ് ഡോക്യുമെന്റ്സ്, കാരണം എക്യുപ്മെന്റ്സ് മാത്രമല്ല അവിടെ കൊടുത്തിരിക്കുന്നത്, ഡോക്യുമെന്റ്സും കൂടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ഡോക്യുമെന്റ്സും കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. Okay, but equipments and documents necessary for the transfer of patient. Yeah. Okay. Then the first wheelchair and structure. Okay. Equipment നമ്മള് ട്രാൻസ്ഫർ പേഷ്യന്റിന് ഉപയോഗിക്കുന്നതാണ്. വീൽചെയറിൽ പോകുന്ന രോഗികളുണ്ടാവാം, സ്ട്രക്ചറിൽ പോകുന്ന രോഗികളുണ്ടാവാം. അപ്പൊ അവർ ആ എക്യുപ്മെന്റോട് കൂടിയിട്ടായിരിക്കും വരുന്നത്. ഐഡന്റിഫിക്കേഷൻ ലേബിൾസ് നമുക്കറിയാം, ഇന്ന ഡോക്ടറിന്റെ പേഷ്യന്റ് ആണെന്നൊക്കെ ഉള്ള കാണിക്കുന്ന ഒരു ലേബൽ ഉണ്ടാവും അല്ലെ. ഇന്ന അത് മാത്രമല്ല ഒരു ID കാർഡ് ഉണ്ടാവും അവർക്ക്, ഇന്ന പേഷ്യന്റ് ഡോക്ടർ അല്ലെങ്കിൽ ഇന്ന പേഷ്യന്റ് ഇത്ര ഏജ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ലേബൽ അവർക്ക് ഒരു ID കാർഡ് ഇട്ടുണ്ടാവും. അതോട് കൂടിയിട്ടായിരിക്കും ഈ രോഗിയെ പറഞ്ഞു വിടേണ്ടത്. തന്നെ അതിപ്പോ ഇന്ന ഡോക്ടറിന്റെ പേഷ്യന്റ് ആണെന്നൊക്കെ ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവും അല്ലെ. അത് ഇന്ന ഇതിലേക്ക് വിടുമ്പോഴും ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും അടുത്ത ഡോക്ടറിന്റെ പേഷ്യന്റ് ആയിട്ട് അദ്ദേഹം മാറുന്നത് അല്ലെ. അപ്പൊ ഐഡന്റിഫിക്കേഷൻ ലേബല്. പേഷ്യൻസ് ബിലോങ്ങിങ്സ്, പേഷ്യന്റിനോടൊപ്പം തന്നെ പേഷ്യന്റ് കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുപോകേണ്ടതുണ്ട്. എക്സ്റേ, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, പേഷ്യൻസ് റെക്കോർഡ് ആൻഡ് ഫയൽ. ഒക്കെ നമുക്കറിയാം പേഷ്യന്റ് ഡയഗ്നോസ്റ്റിക് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുറെ എക്സ്റേ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിന്റെ എല്ലാം റിപ്പോർട്ടുകൾ, പേഷ്യന്റിന്റേതായിട്ടുള്ള റെക്കോർഡുകൾ അല്ലെ, ഇവിടെ ഡോക്ടേഴ്സിന്റെയും നഴ്സുമാരുടെയൊക്കെ റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതിന്റെയൊക്കെ ഫയലുകളൊക്കെ കൊണ്ടുപോകണം. കാർഡിയക് മോണിറ്ററിംഗ് ഇഫ് റിക്വയർഡ്. ഇപ്പൊ നമുക്കറിയാം നമ്മളെല്ലാം ഇങ്ങനെ രേഖകളും ചാർട്ടൊക്കെ ആയിരിക്കില്ല പോകുന്നത്, അതൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് തന്നെയാണ് അല്ലെ. അപ്പൊ എന്താണ് കമ്പ്യൂട്ടർ തന്നെ സിസ്റ്റം തന്നെ അങ്ങോട്ടേക്കൊക്കെ സെൻഡ് ചെയ്തു അല്ലെ. നമ്മള് ഇൻഫോർമേഷൻ ആയിരിക്കും പാസ് ഔട്ട് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ വേരിയേഷൻ വന്നിട്ടില്ലേ? അതെ അല്ലെ. അപ്പൊ പക്ഷെ ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പഠിക്കണം, കാരണം അവരോടൊപ്പം തന്നെ ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊണ്ടുപോകേണ്ടതാണ് അല്ലെ. കാർഡിയക് മോണിറ്ററിംഗ് ഇഫ് റിക്വയർഡ്, അങ്ങനെ കാർഡിയക് മോണിറ്ററിംഗ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊണ്ടുപോകണം. അപ്പൊ ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ പേഷ്യന്റിനെ മറ്റൊരു ഭാഗത്തിലേക്ക് പറഞ്ഞയക്കുമ്പോഴും കൊണ്ടുപോകേണ്ടതാണ്. ഓക്കെ അല്ലേ? ഓക്കെയാണോ? പ്രത്യേകിച്ചൊന്നും
അറിയാനില്ല അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇതിൽ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ആ രോഗിയോടൊപ്പം തന്നെ വരുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. അതേമാതിരി ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അതെല്ലാം കൊണ്ടുപോകും. എക്സ്റേയും ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളൊക്കെ കൊണ്ടുപോകും അല്ലെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ട്രാൻസ്ഫർ ടു ആൻ എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റി. നമ്മള് പുറത്തേക്കൊക്കെ കൊണ്ടുപോകാന്ന് പറയുന്നത് ഒരു വിപുലമായ പരിചരണത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത് കുറച്ചും കൂടി നല്ല കെയർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ്. ഫസ്റ്റ് പോയിന്റ്, make sure that the patient's physician has written the transfer order on his chart and has completed the special transfer form. Okay, അവിടെ ട്രാൻസ്ഫർ ഫോം തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്. ഒരു എറർ വന്നിട്ടുണ്ട് ഫ്രം എന്നുള്ളത്. Okay, make sure that the patient's physician has written the transfer order on his chart and has completed the special transfer form ആണ് FOR. ഓക്കെ, അതായത് ഇവിടെ ഫോം ആക്കി മാറ്റുക. അതായത് നമുക്കറിയാം അല്ല, ഒരു സ്പെഷ്യൽ ഫോം ഉണ്ടാവും. ആ സ്പെഷ്യൽ ഫോമിലൊക്കെ കൃത്യമായിട്ട് തന്നെ ഡോക്ടറിന്റെ അദ്ദേഹം പറഞ്ഞിരിക്കാൻ തയ്യാറായിരിക്കുന്ന ഡോക്ടർ അല്ലെ, ഏത് ഡോക്ടറിന്റെ പേഷ്യന്റ് ആണോ ആ പേഷ്യന്റുമായി നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുള്ള ഫോമുകളിൽ തന്നെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം രേഖപ്പെടുത്തണം അല്ലെ. റിട്ടേൺ ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ എഴുതി തന്നെ തയ്യാറാക്കണം. കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആര് തന്നെയാണ്? നമ്മുടെ ഫിസിഷ്യൻ തന്നെയാണ്. എനിക്ക് sure that the patient's physician has written the transfer order. Transfer order എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. on his ചാർട്ടിൽ ട്രാൻസ്ഫർ ഓർഡർ എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. and has completed the special transfer form. ഓക്കെ, സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം ഒക്കെ കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം മാത്രമാണ് മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകാനായിട്ട് വിട്ടയക്കാനായിട്ട് പാടുള്ളൂ. തീർച്ചയായിട്ടും നമുക്കറിയാം ഡോക്ടറുടെ അനുമതിയോട് കൂടിയിട്ടാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ഉറപ്പാണ് അല്ലെ. അല്ലാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരും. ചിലപ്പോൾ ആണെങ്കിൽ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ടൈമിൽ തന്നെ എന്തെങ്കിലും മാറ്റേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവർക്ക് പരിചരിച്ച ഹോസ്പിറ്റലിന് എന്താണ് കൃത്യമായിട്ടുള്ള എവിഡൻസ് കൊടുക്കണം അല്ലെ. അപ്പൊ ട്രാൻസ്ഫർ ഫോം ഒക്കെ ഡോക്ടറുടെ പെർമിഷനോട് കൂടിയിട്ടാണ് ട്രാൻസ്ഫർ കൊണ്ടുപോയിരിക്കുന്നത്. ഇന്ന ഫോമുകളൊക്കെ ഫില്ലപ്പ് ചെയ്തിട്ടാണ് രോഗിയെ കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് അവിടെ വേണ്ടതാണ്. This form should consist of a patient's diagnostic care summary, drug regimen, and special care instructions such as a diet and physiotherapy. Okay. അല്ലെ, പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യങ്ങളൊക്കെ അല്ലെ അവിടെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെയുള്ള ആ ഫോമില് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്നത്? അതായത് രോഗനിർണയവുമായി ബന്ധപ്പെട്ട സമ്മറി കാര്യങ്ങള്, അദ്ദേഹത്തിന്റെ ഭക്ഷണ കാര്യത്തിന്റെ ക്രമങ്ങൾ, ഡ്രഗ് റെജിമെന് ആൻഡ് സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻസ്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കെയർ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻ നിർദ്ദേശങ്ങള്, സജസ്റ്റ് ഡയറ്റ് ആൻഡ് ഫിസിയോതെറാപ്പി. എന്തെങ്കിലും ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ. ചിലപ്പോൾ ഷുഗർ പേഷ്യന്റ്, പ്രഷർ പേഷ്യന്റ്, കിഡ്നി പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഡയറ്റീഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഭക്ഷണക്രമ രീതികൾ ഇതെല്ലാം തന്നെ എന്താണ് ഈ ഫോമിനോടൊപ്പം തന്നെ ഉൾപ്പെടുത്തിയിരിക്കണം. എങ്കിൽ മാത്രമാണ് രോഗിയെ കൊണ്ടുവരുമ്പോൾ ആ വ്യക്തികൾക്ക് അവിടെയുള്ള അല്ലെ റിസീവിങ് അതോറിറ്റിക്ക് മനസ്സിലാവുള്ളൂ ഇന്ന പ്രോബ്ലംസ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഇന്ന ഭക്ഷണ ജീവിത ക്രമങ്ങളൊക്കെയാണ് ആ രോഗിക്കുള്ളത്. അപ്പൊ ഈ രീതികളൊക്കെ ഇതിനോടൊപ്പം തന്നെ ഉള്ള ചികിത്സാ കാര്യങ്ങളാണ് നമ്മൾ മുന്നേറേണ്ടത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് അവർക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് പോയിന്റ് നോക്കാം, മേക്ക് ഷുവർ ഉറപ്പുവരുത്തുക that the patient's physician has written the transfer order. ട്രാൻസ്ഫർ ഓർഡർ ഫിസിഷ്യൻ എഴുതിയിട്ടുണ്ട് ഉറപ്പുവരുത്തുക. on his chart and has completed the special transfer form. അത് മാത്രമല്ല ഒരു സ്പെഷ്യൽ ഫോം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. This form should consist of a patient's diagnostic care summary. ഫോമില് പല കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കണം. ഇതൊക്കെയാണ് ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്നത്. എന്താണ് രോഗനിർണയവുമായി ബന്ധപ്പെട്ട സമ്മറി, ഡ്രഗ് റെജിമെൻ അല്ലെ, അവരുടെ ഭക്ഷണ അല്ലെങ്കിൽ മരുന്നിന്റെയൊക്കെ രീതികൾ ഏതൊക്കെ മരുന്നാണ് എന്തൊക്കെ സമയത്തൊക്കെയാണ് കഴിക്കുന്നത്, അതിന്റെ സ്പെഷ്യൽ കെയർ ഓഫ് ഇൻസ്ട്രക്ഷൻസ്, എന്തെങ്കിലും
സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് സജസ്റ്റ് ഡയറ്റ് അതിൽ എന്താണ് ഫിസിയോതെറാപ്പി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പെടുന്ന കാര്യമാണ് എന്താണ് ഡയറ്റും ഫിസിയോതെറാപ്പി ഭക്ഷണക്രമവും എന്താണ് ഫിസിയോതെറാപ്പി പോലെയുള്ള കാര്യങ്ങൾ. സെക്കൻഡ് പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അവിടെ ഫോം ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോം ആക്കി ഒന്ന് തിരിച്ചു കേട്ടോ. Okay, the next നോക്കാം. Complete the nursing summary that includes the patient's assessment, progress, need, nursing treatments, and special needs to make sure the continuity of care. Okay, അവിടെ തീർച്ചയായിട്ടും പറയുന്ന മറ്റൊരു കാര്യം അവിടെ ഈ പറഞ്ഞ പോലെ ഫോം മാത്രമല്ല എന്താണ് നഴ്സിംഗ് സമ്മറിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ പേഷ്യന്റിനെ വിലയിരുത്തിയിരിക്കുന്ന അവരുടെ ഇപ്പോ നമുക്കറിയാം അഡ്മിഷന്റെ സമയത്ത് ഉണ്ടായിരിക്കുന്ന ഒരു രീതിയായിരിക്കില്ല പേഷ്യന്റ് ഇപ്പോൾ ഉള്ളത് അല്ലെ. അവിടെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ എന്താണ് നീഡ്സ് ട്രീറ്റ്മെന്റ് ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഈ വ്യക്തിക്ക് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ അതിന്റെ സ്പെഷ്യൽ നീഡ്സ് എന്തെങ്കിലും സ്പെഷ്യൽ കൺസിഡറേഷൻ ഈ ഒരു പേഷ്യന്റിന് വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ ടു മേക്ക് ഷുവർ ദ കണ്ടിന്യൂറ്റി ഓഫ് കെയർ ഉറപ്പാക്കുക. നമുക്ക് അല്ലെ നമ്മൾ തീർച്ചയായിട്ടും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞിരിക്കാനായിട്ട് നോക്കുന്നത് ഒരു സ്പെഷ്യൽ കെയർ കിട്ടാനായിരുന്നു അല്ലെ. അപ്പൊ ആ സ്പെഷ്യൽ കെയർ കിട്ടുന്നതിന്റെ പ്രാഥമിക ഘടകങ്ങളെല്ലാം നമ്മൾ കൊണ്ടുപോകുന്ന ആ ഒരു റിപ്പോർട്ടും കാര്യങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. നഴ്സുമാരൊക്കെ ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അല്ലെ. എവിടെയൊക്കെ ചിലപ്പോ പ്രഷറിന്റെ വേരിയേഷൻ കാണിക്കുന്ന ടൈമുകളുണ്ട് അല്ലെങ്കിൽ ഇന്ന മുറിവുകളൊക്കെ ഉണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ. എല്ലാ കാര്യങ്ങളും ആ ഒരു ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. അതനുസരിച്ചിട്ട് രോഗിയെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രോഗിക്ക് അതനുസരിച്ചുള്ള ചികിത്സ കാര്യങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇന്ന കുറവുകളുടെ ബേസിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ സ്പെഷ്യൽ ഇന്ന കാര്യങ്ങളിലൊക്കെ സ്പെഷ്യൽ കെയർ അദ്ദേഹത്തിന് കൊടുക്കണം അല്ലെ. ആ ഒരു പേഷ്യന്റ് അതിന് കൊടുക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള സ്പെഷ്യൽ നീഡ്സുകൾ കൂടി അതിൽ ഉൾക്കൊള്ളിക്കണം. അപ്പം എന്താണ് തുടർച്ചയായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള കെയർ ആ വ്യക്തിക്ക് ലഭ്യമാകാനായിട്ട് സാധ്യമാകും. അല്ലേ? നമ്മളിപ്പോ രോഗിയെ മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ തന്നെ ഒരു ഒറ്റയിടിക്ക് രോഗിയെ ആദ്യം മുതൽ അവസാനം വരെ അങ്ങനെ ചെക്ക് ചെയ്ത് പിടിച്ച് അല്ലെ. ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനാ തുടങ്ങുന്നത്. റിസീവിങ് അതോറിറ്റി എന്താണ് എവിടെയാണോ പരിശീലിക്കുന്നത് ആ പരിശീലിക്കുന്ന വ്യക്തി അവരുടെ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും പരിശോധനകളൊക്കെ നടത്തിയതിനു ശേഷമായിരിക്കും അവിടെ പരിശീലനം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ആണോ? ഒരു കണ്ടിന്യൂവേഷൻ ആയിരിക്കില്ലേ ഉണ്ടാവുക? ഹോസ്പിറ്റലിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതെ അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് സെറ്റിൽമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ബിൽസ്. ഇങ്ങനെ നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞേക്കും അവര് ബാക്കി എന്തൊക്കെ ചെയ്താലും ബില്ല് സെറ്റിൽ ചെയ്താതെ ഒരു ഹോസ്പിറ്റലിൽ നിന്നും വിട്ടേക്കില്ല അല്ലെ. ശരിയല്ലേ? ആണോ? മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞേക്കുമ്പോൾ എന്ത് സെറ്റിൽ ചെയ്യേണ്ടതായിട്ട് വരും? ഹോസ്പിറ്റലിലെ ബില്ല് സെറ്റിൽമെന്റ് ചെയ്യണം അല്ലെ. അവിടെ എല്ലാം അടച്ചു തീർത്തതിനു ശേഷം മാത്രമാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു കാര്യം കൂടി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റിറ്റെയിൻ വൺ കോപ്പി ഓഫ് ദ ട്രാൻസ്ഫർ ഫോം and the nursing summary within the patient's chart and pass on the other copies to receiving facilities. ഇവിടെയും തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ഇറവ് സംഭവിച്ചേക്കുന്നതാണ്. ഇതിന് ഫോമാണ് നിങ്ങളൊന്ന് ചേഞ്ചസ് എടുത്ത് ട്രാൻസ്ഫർ ഫോം എന്നാണ് കൊടുത്തേക്കുന്നത്. അതെ, ട്രാൻസ്ഫർ ഫോം എന്നാണ്. Retain one copy of a transfer form and the nursing summary with the patient's chart and pass on the other copies to the receiving facility. Okay, നമുക്കറിയാം ഇതേമാതിരി തന്നെ ട്രാൻസ്ഫർ ഫോമിന്റെ ഒരു കോപ്പി അവിടെ തന്നെ അല്ലെ ആ ഒരു പരിചരിച്ചിരിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ നിർത്തണം. നഴ്സിംഗ് സമ്മറിയുടെയും ഒരു കോപ്പിയോടെ പരിചരിക്കുന്ന ആ ഒരിടത്തിൽ തന്നെ നിലനിർത്തണം. നമുക്കറിയാം പിന്നെ നമ്മൾക്ക് ഒരു ഹിസ്റ്ററി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അത് അവിടെ നിലനിർത്തിയതിനു ശേഷം അത് കോപ്പിയാണ് നമ്മൾ മറ്റൊരു റിസീവിംഗ് അതോറിറ്റിയിലേക്ക് കൊടുത്തിരിക്കുന്നത്.
retain one copy of the transferring form and the nursing summary with the patient's chart and pass on the other copies to the receiving facilities. Okay, receiving facilities അടുത്ത കോപ്പി കൊടുത്തേക്കുകയും വേണം. അപ്പൊ അവർക്കും വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. then ഇവിടെ എന്താണ് പരിചരിച്ചിരിക്കുന്ന ഹോസ്പിറ്റൽ അവരുടെ ഹിസ്റ്ററിയും ഉണ്ടാവും. ഓൾറെഡി അവരെ പരിചരിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ അപ്ഡേറ്റ്. കേളെ ജസ്റ്റ് വായിച്ചു നോക്കാം. ഫോമുകളൊക്കെ ഒന്ന് തിരുത്താം. നമ്മളൊക്കെ ഒന്ന് ഫോം ആക്കാം. ഓക്കെ, കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. നഴ്സിംഗ് സമ്മറിയില് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി നോട്ട് ചെയ്യാം. ദാറ്റ് ഇൻക്ലൂഡ്സ് പേഷ്യൻസിന്റെ അസസ്മെന്റ്, പേഷ്യന്റിന്റെ വിലയിരുത്തല്, അവരുടെ പ്രോഗ്രസ് അല്ലെ, അവർക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, നീഡഡ് നഴ്സിംഗ് ട്രീറ്റ്മെന്റ്, നഴ്സിംഗ് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് നോക്കുന്നത്, അത് സ്പെഷ്യൽ നീഡ്സ് എന്തെങ്കിലും സ്പെഷ്യൽ ആവശ്യകത ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ടു മേക്ക് ഷുവർ ദ കണ്ടിന്യൂറ്റി ഓഫ് കെയർ. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു കണ്ടിന്യൂറ്റി ഉറപ്പാക്കേണ്ടതും ആവശ്യമാണ്. അപ്പൊ അതെല്ലാം തന്നെ സമ്മറിയിൽ ഉൾപ്പെടുത്തേണ്ട ഡീറ്റെയിൽസ് ആണ്. എന്ത് സമ്മറിയിലാണ്? ഇതിന്റെ സമ്മറിയുടെ കാര്യം പറഞ്ഞ സമ്മറിയിലും ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, അതിലെ ഫസ്റ്റ് പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. റിട്ടേൺ ട്രാൻസ്ഫർ ഓർഡറിൽ ആരുടെയാണ് അല്ലെ കംപ്ലീറ്റഡ് സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം. അത് ആരാണത് ലഭ്യമാക്കുന്നത്? ഫിസിഷ്യൻ ഹാസ് ദ റിട്ടേൺ ദ ട്രാൻസ്ഫർ ഓർഡർ ഓൺ ഹിസ് ചാർട്ട് അല്ലെ. ആളുകൾ മെൻഷൻ ചെയ്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി വെക്കാൻ ഫിസിഷ്യൻ ആണ് റിട്ടേൺ ട്രാൻസ്ഫർ ഓർഡർ നടപ്പാക്കേണ്ടത്. ഓക്കെ, അവിടെയും ആ ഫോമിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണമെന്നുണ്ട്. എന്താണ് സ്പെഷ്യൽ ഫോം അല്ലെ, കംപ്ലീറ്റ് സ്പെഷ്യൽ ഫോം ട്രാൻസ്ഫർ ഫോം ഉണ്ട്. ആ സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോമിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നത്? ദിസ് ഫോം ഷുഡ് കൺസിസ്റ്റ് ഓഫ് പേഷ്യൻസ് ഡയഗ്നോസ്റ്റിക് കെയർ സമ്മറി, drug regimen and special care instructions such as diet and എന്താണ് physiotherapy. Okay, so note here. നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കിപ്പോ അടുത്ത ഭാഗം എന്ന് പറയുന്നത് കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ്. ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽ പേഷ്യന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഇഷ്യൂം കൂടി അല്ലെ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ്.
അത്യാഹിത വിഭാഗത്തിൽപ്പെടുന്ന പേഷ്യൻസ് അല്ലെ, അതുമായി ബന്ധപ്പെട്ടുള്ള ഈ ട്രാൻസ്ഫർ അല്ലെ, അവരുടെ ട്രാൻസ്ഫറുമായിട്ടുള്ള പ്രൊസീജിയേഴ്സിന്റെ കാര്യമാണ് നമ്മൾ മനസ്സിലേക്ക് ഓർക്കാം. എന്താണ് അത്യാഹിത വിഭാഗത്തിൽപ്പെടുന്ന ഒരു പേഷ്യന്റിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവരുമായിട്ട് വരുമ്പോഴും ഒരുപാട് പോയിന്റ്സ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലെ ഫസ്റ്റ് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഒരു തീരുമാനം എടുക്കണം അല്ലെ. ആദ്യം തന്നെ ഡോക്ടേഴ്സ് പറയും അല്ലെ, ഇവിടെ നമുക്ക് മതിയായ സൗകര്യങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആ സ്പെഷ്യൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്താൻ സാധിക്കും എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ ഒരു ഡിസിഷൻ എടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അവിടെ എന്താണ് കസിൻസ് ഒക്കെ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തും, ആശയവിനിമയം നടത്തും. അതിനുശേഷമായിരിക്കും ഒരു തീരുമാനം എത്തുന്നത്. സെക്കൻഡ്, പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. ഓക്കെ, നമ്മൾ ഇത്തരത്തിലുള്ള പേഷ്യൻസ് ആയതുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള പേഷ്യൻസ് ആണോ അതിനനുസരിച്ചിട്ടുള്ള കുറെ സ്റ്റെപ്സ് എടുക്കുക അല്ലെ. ഒരുപാട് ശ്വാസം മുട്ടുള്ള രോഗികളുണ്ടാവാം, ഹേർട്ട് ഡിസീസസ് ഉള്ള രോഗികളുണ്ടാവാം, ക്യാൻസർ പേഷ്യന്റ് പോലെയുള്ളവരുണ്ടാവാം അല്ലെ, എന്തെങ്കിലും എന്താണ് നട്ടെല്ലിന് ക്ഷതം സംഭവിച്ച രോഗികളൊക്കെ ഉണ്ടാവാം. എനിവേ അവരുടെ ആ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസ് തീർച്ചയായിട്ടും എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള കാറ്റഗറൈസ് ചെയ്തിട്ടായിരിക്കും അവരുടെ പ്രിക്കോഷൻ നടപടികളൊക്കെ എടുക്കുന്നത്. ഞാൻ വീണ്ടും എന്താണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് മോഡ് ഓഫ് ട്രാൻസ്ഫർ അല്ലെ. ഏത് രീതിയിലാണ് ഈ രോഗിയെ കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു ചിന്ത വരും അല്ലെ. നമ്മളിപ്പോ ഒരു ഡിസിഷൻ എടുത്ത് തീരുമാനം എടുത്തു, അതിന് ശേഷമായിരിക്കും എന്തൊക്കെ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം എന്നുള്ള കാര്യം ചിന്തിക്കുന്നു. അതിനുശേഷം എന്താണ് ഏത് രീതിയിലാണ് ഈ രോഗിയെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുക അല്ലെ. എന്താണ് ലാൻഡ് ട്രാൻസ്പോർട്ട് വേണോ അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് വേണോ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസത്തേക്ക് പേപ്പറിൽ അല്ലെ അവിടെ പ്രധാനമായിട്ടും എന്താണ് പുതിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി ഇല്ലേ. അത് ഏത് ട്രാൻസ്പോർട്ടേഷനിലാണ് അവിടെ ഉപയോഗിച്ചത്? ഏത് ട്രാൻസ്പോർട്ടേഷനിലാണ് അവിടെ ഉപയോഗപ്പെടുത്തിയത്? എയർ ട്രാൻസ്പോർട്ട് അല്ലെ. എയർ ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ കാരണം അത് അവയവമാറ്റ വെക്കൽ ശസ്ത്രക്രിയയാണ് അല്ലെ. അപ്പൊ എത്രയും പെട്ടെന്ന് രോഗിയുടെ അടുത്തേക്ക് ഈ അവയവങ്ങളെ എത്തിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസ്പോർട്ടേഷനാണ് പ്രാധാന്യത്തോട് കൂടിയിട്ട് ഉപയോഗിക്കുന്നത്. അതൊക്കെ ചോദ്യങ്ങളൊക്കെ കാണാറുള്ളതാണ്. ഇങ്ങനെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ഏത് ട്രാൻസ്പോർട്ടാണ് മോസ്റ്റ് സ്യൂട്ടബിൾ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മളൊരു തീരുമാനം എടുക്കുന്നു. നെക്സ്റ്റ് എന്താണ് അക്കമ്പനിങ് ദ പേഷ്യന്റ്. ആരൊക്കെ ഈ രോഗിയിലൊപ്പം ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ നടത്തുമ്പോൾ പോകേണ്ടതായിട്ട് വരും അല്ലെ. ചിലപ്പോഴേക്ക് എന്താണ് ഡോക്ടേഴ്സിന്റെയോ അല്ലെങ്കിൽ നഴ്സുമാരുടെ അല്ലെങ്കിൽ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ ഒക്കെ സേവനത്തോട് കൂടിയിട്ടായിരിക്കും രോഗിയെ പറഞ്ഞു വിടുന്നത്. കാരണം ആ ടൈമിൽ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ മുൻകരുതലുകളൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ എക്യുപ്മെന്റ് ആൻഡ് ഡ്രഗ് ആൻഡ് മോണിറ്ററിങ്. അതായത് ഈ രോഗികളെ മറ്റൊരു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചില വ്യക്തികളെ കൂടെ കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ ചില എക്യുപ്മെന്റ്സും കൂടി കൊണ്ടുപോകേണ്ടതുണ്ടാവും. വ്യത്യസ്ത എക്യുപ്മെന്റ്സും കൂടി അക്കമ്പനി ചെയ്തിട്ട് ചിലപ്പോൾ മോണിറ്റർ ചെയ്ത് നിരീക്ഷിച്ചിട്ട് ആ നിരീക്ഷണത്തിൽ കാണിക്കുന്നത് അനുസരിച്ചിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ടാവും ഈ കൊണ്ടുപോകുന്ന വ്യക്തി അല്ലെ. അവർക്ക് ചിലപ്പോൾ വേദനാ സംഹാരികളൊക്കെ കൊടുത്തിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. ആ വേദനാ സംഹാരികളൊക്കെ അല്ലെ അത് കഴിയുന്ന മുറയ്ക്ക് തന്നെ ചിലപ്പോൾ അവരെ വീണ്ടും കൊടുക്കേണ്ട പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അവിടെ അവരെ എത്തിക്കുന്ന മുറയ്ക്കും ബ്ലീഡിങ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ബ്ലീഡിങ്ങിനൊക്കെ കൺട്രോൾ ചെയ്യാൻ ആവശ്യമായുള്ള ഹൈതെർമി മെഷീൻ അല്ലെ, അതിന്റെയൊക്കെ മെഷീന്റെ സപ്പോർട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ PR കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡിഫിബ്രിലേറ്റർ മെഷീന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ കൊണ്ടുപോകേണ്ടി വരുന്നത്. അപ്പൊ പേഷ്യന്റിനോടൊപ്പം ഏതൊക്കെ എക്യുപ്മെന്റ്സ് കൂടി വേണം എന്നുള്ളൊരു തീരുമാനങ്ങൾ എടുക്കുന്നത് ഓരോ പേഷ്യന്റിന്റെയും രീതി അനുസരിച്ചിട്ട് വ്യത്യസ്തമായിരിക്കും അല്ലെ. അങ്ങനെ ആ ഒരു രീതികളെല്ലാം തന്നെ കൈകാര്യം ചെയ്തതിനു ശേഷമാണ് ഒരു ഡിസിഷനിലേക്ക് നമ്മൾ എന്താണ് രോഗിയെ മുന്നോട്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഒറ്റയടിക്ക് തീരുമാനമെടുക്കാനായിട്ട് സാധിക്കില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്തതിനു ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഈ പേഷ്യന്റിനെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഒരു ഐഡിയ കിട്ടിയോ? ക്രിട്ടിക്കൽ പേഷ്യന്റിന്റേതായിട്ടുള്ള ട്രാൻസ്ഫറിങ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ജസ്റ്റ് ഇതാണ്. അല്ലാതെ ഫസ്റ്റ് പോയിന്റ് തന്നെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഇതെന്താന്ന് വിചാരിക്കരുത്. ക്രിട്ടിക്കൽ പേഷ്യന്റ് ആണ്. അപ്പൊ ആ രോഗിയെ കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടാണ് ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കുക അല്ലെ. അപ്പൊ അവിടെ എന്താണ് റോഡുമാർക്ക് ഉപയോഗിക്കണോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് കൊണ്ടുപോകണോ, ആരൊക്കെയാണ് കൂടെ പോകേണ്ടത്,
ചിലപ്പോ നമുക്കറിയാം വലിയ വലിയ അല്ലെ, നമ്മളിപ്പോ വലിയ വലിയ നേതാക്കന്മാരെ വലിയ പ്രമുഖന്മാരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവരുടെ ഒപ്പം ഒരു അല്ലെ കമ്പനി ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ ഒരു ഗണം തന്നെയായിരിക്കും അല്ലെ, ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ പോയി ഒരു ടീമോട് കൂടിയിട്ടായിരിക്കും ചിലപ്പോ ഒക്കെ കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രീതികളുണ്ട്. അപ്പൊ പലതരത്തിലും ഈ രോഗികളൊക്കെ ഉണ്ടാവാം. ചിലപ്പോ ഒക്കെ നമുക്കറിയാം സ്പെഷ്യലൈസ്ഡ് സ്റ്റാഫിന്റെ ഒന്നും ഇതില്ലാതെ തന്നെ എന്താണ് അവിടെ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഡ്രൈവറും അതിന്റെ ഒരു അല്ലെ അതിനോടൊപ്പം തന്നെ വർക്ക് ചെയ്ത ഒരു പേഴ്സൺ മാത്രമേ ആയിരിക്കുള്ളൂ. എനിവേ പേഷ്യൻസിനോടൊപ്പം ആരെങ്കിലും അല്ലെ കസിൻസോ ആരെങ്കിലും റിലേറ്റീവ്സ് ആയിരിക്കും കൂടെ അക്കമ്പനി ചെയ്ത് ഓരോ ലൊക്കേരിയൻ സിറ്റുവേഷന് അനുസരിച്ചിട്ട് ആയിരിക്കും അതൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്ത പോലെ ഇത്രയും ജസ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ ഇതുവരെ എടുത്തതില്? ആണോ ക്ലിയർ ആണോ? ഞാൻ അത് മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.